ഹലോ ഗൈസ്, KGF ആൻഡ് ജിപ്സിലേക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ മൈസൂർ പാലസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ശ്രീരംഗപട്ടണത്തേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഒരു ജംഗ്ഷനുണ്ട്. അവിടെ നിന്ന് ഹിച്ചേക്ക് ചെയ്യാനാണ് പ്ലാൻ. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫുള്ള് ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇന്ന് ഫുള്ള് ഹിച്ചേക്ക് ചെയ്തിട്ട് ഹോലീശ്വര ടെമ്പിൾ വരെ പോകണമെന്നുണ്ട്. അപ്പോൾ അവിടം വരെ പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളാ നേരെ കാണുന്നത് ഹൈവേ ആണ് ആ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നേരെ ആ റൂട്ടിൽ നിന്ന് അവിടെ നിന്ന് വണ്ടി പിടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നേരെ കാണുന്ന ഒരു ജംഗ്ഷൻ കണ്ടോ, അവിടെ നിന്ന് ഹിച്ചേക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വണ്ടി നിർത്തി തരുമെന്നൊന്നും അറിയില്ല ആരും, പക്ഷേ ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമോന്നുള്ളതേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒരു റൂം എടുത്തത് ഇന്ദിരാ സൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ അവിടെയാണ് റൂം എടുത്തത്. അവർ അവിടെ ചെന്ന് ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ അവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഓൾറെഡി റൂമൊക്കെ ഓൾറെഡി ഫില്ലായി. അപ്പോൾ കാരണം എനിക്കന്ന് റൂം കിട്ടിയില്ല. ഇന്നലെ റൂം കിട്ടിയെന്ന് അവിടെ ഒരു റൂം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 4-4.5 കിലോമീറ്റർ ഞാൻ നടന്നിട്ടാണ് അവിടെ ഹോട്ടലിലേക്ക് ചെന്നത്. എന്നിട്ട് അവിടെ നിന്ന് നടന്ന് ചെന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അവിടെ റൂമില്ല, സിംഗിൾ റൂം നമുക്ക് കിട്ടില്ല. എന്നിട്ട് വേറെ റൂം നിങ്ങൾക്ക്, അതായത് ഇന്ദിര സൂട്ട്സിൽ തന്നെ വേറൊരു ബിൽഡിംഗ് അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടേക്ക് നിങ്ങളെ അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് പിന്നെ ഞാൻ കാണിച്ചു. അപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല, എനിക്കിവിടെ തന്നെ റൂം വേണം എന്ന് പറഞ്ഞാൽ അവർ സാധാരണ യൂസ് ചെയ്യുന്ന റൂമിൽ ആ റൂമിൽ കഴിഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ടൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാധാരണ റിസപ്ഷൻ അവിടെയൊക്കെ അവർ സാധാരണ യൂസ് ചെയ്യുന്ന റൂമുകളുണ്ടല്ലോ, ആ റൂമാണ് എനിക്ക് തന്നത്. പിന്നെ എമൗണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം എമൗണ്ട് തന്നെ അവർ മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് നടന്നു പോകാനായിട്ട് ഒരു മാർഗ്ഗമില്ല. കാരണം വെച്ചാൽ അവിടെ നിന്ന് ഇനി 5 കിലോമീറ്ററും കൂടി നടന്നു കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ അവിടെ നിന്ന് തന്നെ 4.5 കിലോമീറ്റർ ഞാൻ നടന്നിട്ടാണ് അവിടെ ഹോട്ടലിലേക്ക് എത്തിയത്. പക്ഷേ എന്നിട്ടും പിന്നെ 5 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിന്നെ അന്നത്തെ കാര്യം സമയം ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ടെൻ്റ് അടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ, അത് ഷെയർ ചെയ്യാൻ വേണ്ടി. ഇന്നലെ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വഴിയരികിൽ ടെൻ്റ് അടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷെ അവിടെ അതായത് റൂം ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷേ നടന്നില്ല. അത് ടെൻ്റ് അടിക്കാൻ നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെ പോലീസ് നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റത്തില്ല, നീ ഇവിടെ നിന്ന് മാറി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടാന്ന് ചോദിച്ചപ്പോൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടാകും. ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. പക്ഷേ അത് ഭാഗ്യത്തിന് ക്യാൻസൽ ചെയ്തില്ല. ക്യാൻസൽ ചെയ്തിരുന്നെങ്കിൽ പണി പാളിയായിരുന്നു. അത് കാരണം ഇന്നലെ അവർ എന്നെ അവിടെ കൊണ്ടുവന്നാക്കുകയും ചെയ്തിട്ടാ പോലീസുകാർ. അവിടെ കിടക്കേണ്ട സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഹോട്ടലിൽ, ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിൽ അവിടെ കൊണ്ടുവന്ന് തന്നെ ആക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളൊക്കെ അവർ നോക്കി ചെയ്യുന്നുണ്ട്. ശ്രീ ലക്ഷ്മി വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം ഉണ്ടത് നിങ്ങൾ കാണുന്നത്. ഈ മൈസൂർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടെമ്പിളാണ്. ഞാൻ വഴിയരികിൽ ഇപ്പോൾ വന്നപ്പോൾ ശ്രദ്ധിച്ചോ, ഇപ്പോൾ നല്ല രസമുണ്ടല്ലേ, ഗോപുരമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, വർക്കൊക്കെ കാണാനായിട്ട്. ഹിച്ചേക്ക് നോക്കാൻ പോയാട്ടോ ബ്രോ എല്ലാവരും. ഹിച്ചേക്ക് നോക്കാൻ എനിക്ക് നിർത്തുമെന്ന് അറിയില്ല, ജസ്റ്റ് നോക്കാം അങ്ങനെ നടന്നു. ചോദിച്ചോ ആരും നിർത്തുന്നു. ഓട്ടോക്കാർ പോലും നിർത്തണമെന്ന് തോന്നുന്നു. ഓട്ടോക്കാർ പോലും നിർത്തുന്നില്ല. ഞാൻ കൈ കാണിക്കാൻ നേരമായപ്പോഴേക്കും വണ്ടിയൊന്നും ഇല്ല റോട്ടിൽ. പക്ഷെ എന്താ അവസ്ഥയാണ്. കഴിച്ചപ്പോൾ ആദ്യത്തെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പേരെന്താ?
മിഥുൻ 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 എന്ന് പറയുന്നൊരു പ്രോയാണ് ഇതായിട്ട് കേട്ടോ. ലിഫ്റ്റ് തന്നെ അവിടെ നിന്ന് നേരെ ഹൈവേ എത്തണം. ഹൈവേ നിന്ന് നേരെ സർക്കിളിൽ മറ്റേ കോൺട്ര സർക്കിൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആ ഭാഗത്തേക്ക് എല്ലാം ആ ഭാഗത്ത് നിന്നിട്ട് വേണം നമുക്ക് അടുത്ത് അവിടെ നിന്ന് ഹിറ്റ് ചെയ്യാനായിട്ടാ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇത് തലശ്ശേരിയിലുള്ള ആളാണ് കേട്ടോ, മലയാളിയാണ്. ലിഫ്റ്റ് കിട്ടിയത് അത് എന്നാണെന്ന് നിർത്തില്ല മലയാളി. അത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. പുള്ളി തന്നെ ഇവിടെ ഇറക്കി കേട്ടോ. പുള്ളി പകുതി വരെ ഉണ്ടായിരുന്നുള്ളൂ, ഹൈവേ വരെ ഉണ്ടായിരുന്നില്ല. പുള്ളി തന്നെ ഇവിടെ ഇറക്കി. നല്ല നല്ല ഇതാട്ടോ, നല്ല നല്ല ഫ്രണ്ട്ലിയാണ് പുള്ളി, അടിപൊളിയാണ്. സംസാരിച്ചിട്ടൊക്കെ നല്ല ഇതുണ്ട്. ഞാൻ തലശ്ശേരിക്കാരനാന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് സെറ്റിൽ ആയിക്കണതാണ്. അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് തലശ്ശേരി അമ്മ അതായത് പുള്ളിക്കാരൻ്റെ പാരൻസിൻ്റെ വീട് തലശ്ശേരിയിലാണ്. അപ്പോൾ ഇവിടെ പുള്ളി വർക്കിൻ്റെ ഇതായിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തേക്കാണ്. നല്ല അടുത്ത വണ്ടി പിടിക്കണം ഹൈവേയിലേക്ക് പോകണമെങ്കിൽ കേട്ടോ. അപ്പം അതിന് അടുത്ത നിങ്ങൾക്ക് നോക്കട്ടെ കിട്ടുമോ നോക്കത്തില്ല, ലിഫ്റ്റ് കിട്ടുമോ നോക്കട്ടെ. ശീലോ ആരും നിർത്തില്ല, ആരും നിർത്തി തരുന്നില്ലല്ലോ. തരുന്നറിയ നിർത്താനുള്ള കാശ് ഇതൊക്കെ വേസ്റ്റ് കണ്ടോ, വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടോ, വേസ്റ്റൊക്കെ ഇവിടെ നമുക്ക് ചെയ്യുന്നുണ്ടോ. സുഖമായിട്ട കഴിച്ചതാ. ഇവിടെ ലിഫ്റ്റ് കിട്ടില്ല എന്നാണ് പറയുന്നത്. നടക്കണം, അങ്ങോട്ട് കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട് ഹൈവേയിലേക്ക്. പിന്നെ ഹൈവേ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ലിഫ്റ്റ് കിട്ടുമോയെന്നറിയില്ല. ലിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ ഗുഡായിരുന്നു. പിന്നെങ്കിലും അവിടെ ഉച്ചക്ക് മുന്നെങ്കിലും ശ്രീരംഗപട്ടണത്ത് എത്തണം. അത് കഴിഞ്ഞിട്ട് വേണം അവിടെ നിന്ന് അങ്ങാട് നമുക്ക് ഹോലീശ്വര ടെമ്പിളിലേക്ക് പോകാനായിട്ട്. അപ്പം അത് ഇവിടം വരെ എത്തുമെന്ന് എനിക്കറിയില്ല. ഇന്ന് ഫുൾ ഹിച്ച് ഹൈക്ക് എന്നുള്ള വിചാരിച്ചിരിക്കുകയാണ്. കിട്ടുമോയെന്നറിയില്ല, നോക്കാൻ എന്തായാലും. YouTube. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയട്ടോ. പുള്ളി തന്നെ ഇവിടെ ഈ ജംഗ്ഷനിലാക്കി തന്നു. ഇനി ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ ഇനി അങ്ങാട് ശ്രീരംഗപട്ടണം 10 കിലോമീറ്റർ കൂടെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നേരെ 10 കിലോമീറ്റർ കൂടി ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ നിന്ന് ശ്രീരംഗപട്ടണത്തിലേക്ക്. പിന്നെ ഇവിടെ നിന്ന് ഇനി ലിഫ്റ്റ് അടിക്കുക. ഈ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിക്കണം, ചെയ്യിക്കണം. അപ്പോൾ വണ്ടി ഏതെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിർത്തി തന്നെ മതിയായിരുന്നു. അവിടെ വെച്ച് ഞാൻ അവിടെ വെച്ച് നിർത്തി തന്നില്ല, പകുതി വെച്ച് നടക്കേണ്ടി വന്നു. ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തി തന്നാൽ ഗുഡായിരുന്നു. നോക്കട്ടെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ശ്രീരംഗപട്ടണം ഇല്ല ഇപ്പം
അത് വണ്ടി ശ്രീരംഗോട്ടത്തേക്കായിരുന്നില്ല, അവർ പുള്ളി റൈറ്റിലേക്ക് കട്ട് ചെയ്ത് ഓട്ടം ഇപ്പം കാണിച്ചു. ലോറി എന്താ സുൽത്താൻ ടിപ്പു സുൽത്താൻ ഫോർട്ടില്ലേ പാക്കറதுக்கு. ഉന്നോட പേര് രാജ രാജ എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് ഇഷ്ടം നിൽക്കുന്നത്. ലോറിയിലാണ് ശ്രീരംഗോട്ടത്തൊക്കെ പോകുന്നത്. അവിടെ വെച്ച് ലിഫ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വെച്ച് ഇവിടെ വഴിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ബസ് നിർത്തൂലെന്ന് പറഞ്ഞു. അപ്പൊ ആളാണ് ലിഫ്റ്റ് സ്റ്റോപ്പ്. താങ്ക് യു. ആളങ്ങാടാ പോണെന്ന് റൂട്ട് കറക്റ്റാ. ചെറിയൊരു ആശ്വാസം. அதெல்லாம் பாக்குறதுக்காக ஆட்டோக்காரங்க பிடிச்சா ஜாஸ்தி அமௌண்ட் கேட்கவா பைசா. ஆமா அப்படியே ஒரு வாக் பண்ணிட்டு அங்க யாருன்னா கேட்டா சொல்லுவாங்க இப்படி இடம் எங்க இருக்குன்னா மெசேஜ் அப்படி போயிட்டு. அந்த எல்லா இடம் பக்கத்துல தானா? பக்கத்துல தானே இருக்கு. நீங்க வந்து எந்த ஊரா? வண்டியா நெக்ஸ்ட் மைசூர் பட்னா விட்டு நெக்ஸ்ட் வண்டியா. இது லோடு அந்த பெங்களூர் ரூட் தானா? பெங்களூர். இது நிடுகட்டா இருக்குல்ல, இது லோடு வண்டி. இப்போ அங்க போகணும். கொஞ்சம் கொஞ்சம் புரியும் உங்களுக்கு மலையாளி. தமிழ் புரியும், ஆனா பேச கொஞ்சம் നല്ല 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 മനുഷ്യനാട്ടാ. എല്ലാ കാര്യങ്ങളും കറക്റ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ശ്രീരംഗോട്ടം. பெங்களூர் இல்ல, இங்க வந்து ஹாலிபிடு. அங்க பஸ் இதுல இருக்கும் கேட்டனா அந்த அந்த பஸ் கிடைக்குமா? பஸ் கிடைக்குமா? നേരിട്ട് ബസ് കിട്ടും. അവിടെ നിന്ന് ബസ് കിട്ടും. നമ്മുടെ ശ്രീരംഗോട്ടം ബസ് കിട്ടും. அந்த இடத்துல பஸ் வருது. அலே வீடு கேட்டனா கேட்டா அங்க சொல்லுவாங்க. ബസ് അവിടെ നിന്ന് എന്തായാലും ബസ് പിടിക്കാം ഇനിയിപ്പോ. കാരണം ദൂരം ഒരു അറൗണ്ട് ഒരു 100 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം നോക്കട്ടെ, എങ്ങനെയാണ് നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. പോസിബിലിറ്റി നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് റൂട്ട് കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് റൂട്ട് നമ്മൾ വിചാരിച്ചാലോ കുറച്ച് ജംഗ്ഷൻസും അങ്ങനെ കുറച്ച് കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ആ ഭാഗത്തോട്ട് പോകുമ്പോൾ ഹിച്ച് ഹൈക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണ്, ഇല്ലെന്നല്ല. നോക്കാം, നമുക്ക് നോക്കിയിട്ട് ഏതാണോ പോസിബിൾ ഏതാണോ നല്ലത് അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇത് ശരിക്കും ടൗൺ ശ്രീരംഗപട്ടണം ടൗണിലേക്ക് പോകുന്ന റൂട്ടാണ്. ഈ കാണുന്നത് ശ്രീരംഗപട്ടണത്തേക്ക് പോകുന്ന റൂട്ടാണ്. ഇത് മണ്ഡ്യ ബാംഗ്ലൂർ പോകുന്ന റൂട്ടാണ്. ഇപ്പുറത്തെ സൈഡ് കാണുന്നത് ബാംഗ്ലൂരൊക്കെ പോകുന്ന റൂട്ടാണ്. അതേപോലെ ഈ നമ്മൾ നേരെ പോകുന്ന ശ്രീരംഗപട്ടണം ടൗണിലേക്ക് പോകണ്ട പോകുന്നത്. ഇത് ആ റൂട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രീരംഗപട്ടണം
മെയിൻ ടൗണിൽ ടച്ച് ചെയ്യില്ല. ടച്ച് ചെയ്യാതെ തന്നെയാണ് ആ ഹൈവേ പോകുന്നത്. നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. എന്താ കൊച്ചിക്ക് പക്കെന്താ? കൊച്ചി நம்ம டிப்போ இருக்காங்க. ഡിപ്പോ? ആ ഓക്കെ ഓക്കെ. ആ பெரிய டிப்போ இருக்கு. அங்க லோட் பண்ணுவோம். இந்த ரிஃபைனரி இருக்குல்ல? ரிஃபைனரி. அதெல்லாம் லோட் பண்ணுவோம். கொச்சி தான் மெயின் நம்மளுக்கு. காக்கநாடு அந்த ரூட். அங்கெல்லாம் யூனியன் தான் மெயின். யூனியன். நான் வந்து நார்த் பரூர் தான். இந்த 15 கிலோமீட்டர் டிஸ்டன்ஸ் இருக்கு அവിടുന്ന്. ഈ കൊച്ചിയിലൊക്കെ വരാറുണ്ട്. അവിടെ ഇത് പെട്രോളിയം ഇതാണല്ലോ. അപ്പോൾ അവിടെ മെയിനായിട്ട് നമ്മുടെ റിഫൈനറിയിലും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അവിടെ ലോഡ് എടുക്കാനും അടക്കാനൊക്കെ ആയിട്ട് ലോഡൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ വരാറുണ്ടെന്ന് അവിടെ പരിചയമുള്ള ആളാണ്. അപ്പം എനിക്ക് വേണ്ടിയിട്ട് പുള്ളി ബാംഗ്ലൂർ മാണ്ടിയിലേക്ക് പോകേണ്ട റൂട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ അവിടെ ലിഫ്റ്റ് ഇറക്കണമുണ്ട്. പുള്ളി ശ്രീരംഗപട്ടണം ടൗൺ ടച്ച് ചെയ്തിട്ടാണ് ടൗൺ. നല്ല ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ചെയ്യുന്നത്. നല്ല ഹെൽപ്ഫുള്ളാണ്. അത് ലിമിറ്റഡ് സ്റ്റോപ്പ് ഇതാണ്. ബസ് ശരിയാണ്. അവിടെ നിന്ന സമയത്ത് അവിടെ ബസ് നിർത്തൂല. അവിടെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ജംഗ്ഷൻ വന്നില്ലേ, ആ ജംഗ്ഷൻ്റെ അപ്പുറത്തെ ഭാഗത്തായിരുന്നു ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഹിച്ചൈക്കാനായിട്ട് നിന്നാണ് അപ്പോൾ സ്റ്റോപ്പ് അവിടെ. അപ്പോൾ അവിടെ അങ്ങനത്തെ മെയിനായിട്ട് ഇത് ഇവിടത്തേക്കെന്ന് പറഞ്ഞാൽ ടൗൺ ടു ടൗൺ ആണ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന പരിപാടികളൊന്നുമില്ല. ഡയറക്റ്റ് ബസ് പോകുന്നത് ആ റൂട്ടിലേക്കാണ്. എവിടേക്കാണ് പോകുന്നത് ആ സ്റ്റാൻഡിലേക്കായിരിക്കും ഡയറക്റ്റ് പോകാം. വേറെ വഴിയോരത്ത് നിർത്തുന്ന പരിപാടികളൊന്നുമില്ല. உங்களை பார்த்தான்னா கேரளாக்காரன்னு சொல்லிட்டு அமௌண்ட் கொஞ்சம் எக்ஸ்ட்ரா முடிச்சுட்டு பண்ணி விட்டுருவாங்க. நான் வந்து அந்த போகாதீங்க வாக்கிங் தான். வாக்கிங் பண்ணிட்டு தான் நாங்கள் காட்டுறேன். டேரக்ட் தான். அங்கே கேட்டால் யாருன்னா சொல்கிறாங்க எந்தெந்த இடம் இருக்குன்னா இந்த இடத்துக்கு போக. അവിടെ ആള് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് പുള്ളി പറയണത്. അപ്പോൾ ഗൈഡ് അവിടെ കേരളത്തിൽ നിന്ന് വന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് മേടിക്കും. അപ്പോൾ നമ്മൾ ഗൈഡിന് ഇതാണ് പോകുന്നതുകൊണ്ട് ആ പ്രശ്നമില്ല. കാരണം നമുക്ക് ഏരിയകളൊക്കെ എവിടെയാണോ നോക്കിയിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് നടന്നു പോകാന്നുള്ളതാണ്. അങ്ങനെയാണ് എൻ്റെ പ്ലാൻ ചെയ്തേക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമുണ്ടാവില്ല. பக்கம் இருக்கு. அந்த அளவுக்கு நான் போடல. அங்கெல்லாம் இதா இருக்கு. கான்ஃபிடன்ட் தான் யாரನ್ನ கேட்டுங்க வரது. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ജഗ്മോഹൻ ടെമ്പിളിലേക്ക് പോയിട്ട് ജഗ്മോഹൻ പാലസ് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴേക്കും ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ സോൾഡ് ഔട്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് കയറാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ പിന്നീട് നമ്മൾ ശ്രീരംഗപട്ടണത്തേക്ക് വന്ന് ഹിച്ചയക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കൂടി ഇപ്പോൾ ഇനിയിപ്പോൾ ശ്രീരംഗപട്ടണത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ശ്രീരംഗപട്ടണത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വെച്ച് നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ടിരിക്കട്ടെ. എല്ലാവരും നല്ലതായിട്ടിരിക്കട്ടെ. എല്ലാവരും നല്ലതായിട്ടിരിക്കട്ടെ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ശ്രീരംഗപട്ടണത്തെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.